തങ്ങൾ പരിചയപ്പെടുത്തിയത് ശഅബാൻ ശഹരി എന്നാണ്. ശഅബാൻ എൻ്റെ മാസമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട, സ്വലാത്ത് കൂടുതൽ ചൊല്ലേണ്ട. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വിശുദ്ധമായ വചനങ്ങൾ അവതരിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിലാണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം കൂടിയായ ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ അവിടുത്തെ അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ വലിയ മഹത്തുക്കൾ, വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകിയ, പ്രത്യേകിച്ച് മലയാളികൾ, മലയാളം സംസാരിക്കുന്ന നാട്ടിലുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് ആത്മീയപരമായ നേതൃത്വം നൽകിയ പല മഹത്തുക്കളും വിടവാഞ്ഞത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ മഹത്തുക്കളുടെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് അഹ്ലു ബൈതി കസഫീനത്തി നൂഹിൻ, എൻ്റെ അഹ്ലു ബൈത്ത്, എൻ്റെ കുടുംബം കസഫീനത്തി നൂഹിൻ, അത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. ആരെങ്കിലും ആ കപ്പലിൽ കയറിയാൽ നജാ, അവൻ രക്ഷപ്പെട്ടു. ആരെങ്കിലും ആ കപ്പലിൽ കയറാതെ വിസമ്മതിച്ചു നിന്നാൽ അവൻ പരാജയപ്പെട്ടു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് വളരെ കൃത്യമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, യാ ആല ബൈത്തി റസൂലില്ലാഹി ഹബ്ബുകും ഫർദുൻ മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്നത് മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമായ ബാധ്യതയാണ്. كفاكم من عظيم القدر أنكم من لم يصلي عليكم لا صلاة له. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവർക്ക് നിസ്കാരം തന്നെ ഇല്ല, അവന്റെ നിസ്കാരം തന്നെ ശരിയാവുകയില്ല എന്നത് മതി. അഹ്ലു ബൈത്തിന്റെ ശ്രേഷ്ഠതക്കും പവിത്രതക്കും അത് മതി എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കവിതയിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ അഹ്ലു ബൈത്തിന്റെ പേരിൽ, നബി തങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നിസ്കാരം തന്നെ ശരിയാവില്ല. അത് നമ്മുടെ മദ്ഹബാണ്, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തിനെ പറയുക, അവരെ സ്നേഹിക്കുക എന്നത് നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്നേഹിക്കാൻ, അവരുടെ മദ്ഹുകൾ, അവദാനങ്ങൾ വീണ്ടും വീണ്ടും പറയാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിവിടെ അനുസ്മരിക്കുന്നത് മഹത്തുക്കളായ അഹ്ലു ബൈത്തിനെയാണ്. അഹ്ലു ബൈത്തായി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട് അവർക്ക് കൊടുത്ത തൗഫീഖ്. അഹ്ലു ബൈത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചു എന്നതിനപ്പുറത്ത് നമ്മളിവിടെ അനുസ്മരിക്കുന്ന മഹാന്മാരായ സാദാത്തുക്കൾ, അവർ അഹ്ലു ബൈത്തിൽ ജനിച്ചു എന്നതിനപ്പുറത്ത് അവർ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും തങ്ങളുടെ ജീവിതകാലത്ത് അടിയുറച്ച് അതിൽ വിശ്വസിച്ച്, ആ ആശയത്തിൽ വിശ്വസിച്ച് മരണപ്പെട്ടു എന്നതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പവറായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു അഹ്ലു ബൈത്ത്, ഒരു സയ്യിദ് ആലിം കൂടിയാകുമ്പോൾ, ഒരു വലിയ പണ്ഡിതൻ കൂടിയാകുമ്പോൾ അതിന് വലിയ പവർ കൈവരുന്നതാണ്. അതങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച് വലിയ പണ്ഡിതനാവുക എന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന
വലിയ ഒരു ആദരവും ബഹുമാനവുമാണ്. കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഇസ്ലാം നിലവിൽ വന്നത്, നമ്മുടെ നാടുകളിൽ പ്രദേശങ്ങളിൽ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കടന്നു വന്നത് യമനി പണ്ഡിതന്മാരിലൂടെയും സാദാത്തുക്കളിലൂടെയുമാണ്. പറഞ്ഞത് ഈമാനു യമാനിയും വൽ ഹിക്മത്തു യമാനിയ, ഈമാൻ യമനിയാണ്, ഹിക്മത്തും യമനിയാണ്. അതുകൊണ്ട് യമനിക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ഫീ യമനിന, ഞങ്ങളുടെ യമനിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ദുആ ചെയ്ത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഈ യമനിൽ നിന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട കേരളത്തിലേക്ക് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കടന്നു വരുന്നത്. വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ അലയടികൾ പലപ്പോഴും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ കടന്നു വന്നെങ്കിലും അതിന്റെ തനിമയും മഹിമയും കേരളത്തിൽ നിലനിർത്തിയത് യമനി സാദാത്തുക്കളും യമനിലെ പണ്ഡിതന്മാരുമായിരുന്നു. മഹാനായ ഷെയ്ഖ്, മഹാനായ സയ്യിദ് മമ്പുറന്തങ്ങളിലൂടെ കൈമാറി ആ വിശുദ്ധമാക്കപ്പെട്ട പാത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ ഇന്നും യമനിൽ നിന്നും പൂർവ്വപിതാക്കന്മാർ യമനിൽ അസ്ഥിവാരമുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരിലൂടെയാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയത ചലിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ മമ്പുറന്തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഷഅബാനിൽ വഫാത്തായ ഷഅബാൻ 13 തന്റെ 47ാമത്തെ വയസ്സിൽ വഫാത്തായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ജിഫ്രി അൽ-ഹദറമി മഹാനായ മമ്പുറന്തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലേക്ക് എത്തുന്നത്. മഹാന്മാരായ ജിഫ്രി സാദാത്തുക്കളുടെ പൂർവ്വപിതാവാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഹിജ്റ 1222 യമനിലെ ഹദറമൗത്തിലെ തരീം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. മഹാനായ മമ്പുറന്തങ്ങൾ കൊടിഞ്ഞിയിലെ പള്ളി നിർമ്മിക്കപ്പെട്ടതിനു ശേഷം മമ്പുറന്തങ്ങളോട് അവിടെയുള്ള ആളുകൾ, ഞങ്ങൾക്കൊരു ഖതീബിനെ വേണം, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു മുദർരിസിനെ വേണം എന്ന് പറഞ്ഞ് മമ്പുറന്തങ്ങളോട് ചെന്ന് പറയുമ്പോൾ മഹാനായ സയ്യിദ് മമ്പുറന്തങ്ങൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള ഇമാം ഇങ്ങോട്ട് വരും എന്നതായിരുന്നു. നിങ്ങൾക്കുള്ള ഇമാം ഇങ്ങോട്ട് വരും. അതോടൊപ്പം തന്നെ അക്കാലത്ത് കൊടിഞ്ഞിയിൽ ഇമാമായി സേവനം ചെയ്തിരുന്ന ഇമാം മമ്പുറന്തങ്ങളോട് പറഞ്ഞു, എന്റെ മകൾക്ക് വിവാഹപ്രായം എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആ വധുവിന് ഒരു വരൻ ആവശ്യമുണ്ട്, നല്ലൊരു വരനെ പറഞ്ഞു തരണം. അപ്പോഴും മമ്പുറന്തങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ കാത്തിരുന്നുകൊള്ളുക, നിങ്ങളുടെ പള്ളിയിലേക്കുള്ള ഇമാമും നിങ്ങളുടെ മകൾക്കുള്ള വരനും ഇങ്ങോട്ട് വരുന്നുണ്ട്. മമ്പുറന്തങ്ങളുടെ ആ നിർദ്ദേശപ്രകാരം, മമ്പുറന്തങ്ങളുടെ ആ ദീർഘദർശന പ്രകാരം, മഹാനായ മമ്പുറന്തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് മഹാനായ സയ്യിദ് ഹുസൈൻ ഹദറമി തങ്ങൾ കൊടിഞ്ഞിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് പരപ്പനങ്ങാടിയിലാണ് അദ്ദേഹം കപ്പലിറങ്ങുന്നത്. പരപ്പനങ്ങാടി പനയത്തിൽ പള്ളി വിശുദ്ധമായ പ്രശസ്തമായ കേരളത്തിൽ വലിയ ദർശനം നടന്നിരുന്ന പള്ളിയാണ്. അദ്ദേഹം ആ പള്ളിയിൽ പരപ്പനങ്ങാടി കപ്പൽ വന്നിറങ്ങി പരപ്പനങ്ങാടിയിൽ നിന്നും മഗ്രിബിന് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കണ്ട്, അദ്ദേഹത്തിന്റെ മധുരമൂറുന്ന ശൈലിയിലുള്ള ഖുർആൻ പാരായണം കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ട്, നിങ്ങൾ ഈ പള്ളിയിൽ തന്നെ നിൽക്കണം, ഇമാമായി നിൽക്കണം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ഹദറമി തങ്ങൾ, ഞാൻ കേരളത്തിലേക്ക് വന്നത് മമ്പുറന്തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്, അതുകൊണ്ട് മമ്പുറന്തങ്ങൾ പറഞ്ഞാലേ ഞാനിവിടെ എത്തൂ, ഞാനിവിടെ നിൽക്കൂ എന്ന നിർദ്ദേശം വെച്ച് അദ്ദേഹം മമ്പുറന്തങ്ങളെ കാണാൻ വേണ്ടി പോയ ചരിത്രം നമുക്ക് ചരിത്രത്തിന്റെ വായിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെ മഹാന്മാരായ ആലിമീങ്ങളുമായി, മഹാന്മാരായ സാദാത്യങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിച്ച ആളായിരുന്നു മഹാനായ സയ്യിദ് ഹുസൈൻ ഹദറമി തങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിന്റെ ആത്മീയ പാരമ്പര്യം അത് മമ്പുറന്തങ്ങളിലൂടെ നിലനിൽക്കുകയാണ്. മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ അഭിമന്യനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അദ്ദേഹം ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ഹദറമി തങ്ങളുടെ പേരക്കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ജനിച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളീയ ഇസ്ലാമിന്റെ ആത്മീയ പരിസരം അത് എന്നും, അത് എല്ലാ കാലത്തും മഹാന്മാരായ
പണ്ഡിതന്മാരുടെ ആത്മീയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു മുന്നോട്ട് നീങ്ങിയത്. എന്ത് വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അവിടുത്തെ അഹ്ലു ബൈത്ത് എന്നും മുന്നിൽ നിന്നിട്ടുണ്ട്. മഹാനായ പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റായിരുന്ന മഹാനായ പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ, ഞാൻ ചരിത്രം ദീർഘിപ്പിച്ച് പറയുകയാണ്. മഹാനായ കൊടിഞ്ഞിയിലത്തെ വിഷമങ്ങളുള്ള മഹാനായ സാദാത്തിനെ കുറിച്ച്, പണ്ഡിതനെ കുറിച്ച്, സയ്യിദ് ഹുസൈൻ ഹദറമി തങ്ങളെ കുറിച്ച് ഒരു മൗലിദ് രചിക്കുന്നുണ്ട്. ഫൈദുൽ മുൻജി ഫി മനാഖിബി വലി സയ്യിദ് ഹുസൈൻ അൽ ജിഫ്രി അൽ കൊടിഞ്ഞി എന്ന പേരിൽ മഹാനായ പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ ഒരു മഹത്തായ മൗലിദ് രചിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ രചിക്കാൻ കൃത്യമായ ഒരു കാരണമുണ്ടായിരുന്നു, ഒരു സബബുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാലിന് മുറിവുണ്ടായി, വലിയ മുറിവുണ്ടായി. ആ മുറിവ് കാരണം പല ഡോക്ടർമാരോട്, പല വിശുദ്ധന്മാരോട് ചികിത്സാർത്ഥം പോയെങ്കിലും അദ്ദേഹത്തിന്റെ കാലിന്റെ മുറിവിന് ശമനം വന്നില്ല, കാലിന്റെ മുറിവ് ഉണങ്ങിയില്ല. അവസാനം അദ്ദേഹം മഹാനായ കൊടിഞ്ഞിയിൽ അന്ത്യവിഷമം കൊള്ളുന്ന സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളെ സിയാറത്ത് ചെയ്യുകയും ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു മൗലിദ് രചിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ആ മൗലിദ് രചിക്കാനുള്ള തീരുമാനത്തിന്റെ പിറകിൽ അതിനകം ബർക്കത്തുകൊണ്ട് മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ട്, മഹാനവറുകളെ ഓർത്തുകൊണ്ട് ഒരു മൗലിദ് രചിക്കുമ്പോൾ അവരുടെ കറാമത്തുകളും അപദാനങ്ങളും വായിപ്പിക്കാനതിന്റെ മഹത്വം കൊണ്ട് മഹാനായ പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ രണ്ടാമത്തെ പ്രസിഡന്റിന്റെ കാലിന്റെ മുറിവ് ഉണങ്ങി. ഇത് മഹാനായ സയ്യിദ് ഹുസൈൻ ഹദറമി തങ്ങളുടെ വഫാത്തിന് ശേഷമുണ്ടായ വലിയ കറാമത്താണ്. ഈ കറാമത്തിലൂടെ അത്ഭുതങ്ങൾ കാണിച്ച് മുസ്ലിം സമൂഹത്തിന്, പണ്ഡിതന്മാർക്ക് ആത്മീയപരമായ പരിഹാരം മരണശേഷവും ഈ വലിയ മഹത്വങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ മഹത്തായ ഔദാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ വഫാത്തായ മറ്റൊരു പണ്ഡിതനാണ് മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ പ്രസിഡന്റും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകനുമായ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. നമുക്കൊക്കെ അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനോടുകൂടെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ മഹാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു മഹാനായ പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ. കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം. 1921 കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ പ്രമാദമായ പല പ്രശ്നങ്ങളും ഉണ്ടായിത്തീർന്നു. ബ്രിട്ടീഷുകാർ കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിമേതര ജനങ്ങൾ എല്ലാവരെയും ആക്രമണത്തിന് വിധേയമാക്കിയപ്പോ 1921 മലബാർ സമരം എന്ന പേരിൽ കേരളത്തിന്റെ ഭൂമികയിൽ പ്രസിദ്ധമായ സമരങ്ങൾ നടന്നു. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോവുകയല്ല, വിശദമായ ചരിത്രങ്ങളാണ്. തുർക്കി ഖിലാഫത്ത് തകർന്ന് അതിന്റെ പേരിൽ അതിന്റെ അലയൊലികൾ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും അരങ്ങേറിയതിന്റെ ഭാഗമായാണ് മലബാർ സമരം നടന്നത്. നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. കേരളത്തിന്റെ മുസ്ലിം സമൂഹത്തിനെ തന്നെ ഏകോപിപ്പിച്ചിരുന്ന ഒരു ഭരണശിലാ കേന്ദ്രമായിരുന്നു തുർക്കിയിലെ ഖിലാഫത്ത്. ആ ഖിലാഫത്ത് തകർന്നു. ആ ഖിലാഫത്തിനെ ബ്രിട്ടീഷുകാർ തകർത്തു കളഞ്ഞു. മുസ്ലിം സമൂഹം തകരണം, മുസ്ലിം സമൂഹത്തിന്റെ ഐക്യവും ഒരുമയും തകർക്കപ്പെടണം എന്ന ചിന്തയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ചാരന്മാരെ ഉപയോഗിച്ച് തുർക്കി ഖിലാഫത്തിനെ തകർത്തു കളഞ്ഞു. ആ ഖിലാഫത്തിനെ തകർത്തപ്പോ കേരളത്തിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഖിലാഫത്ത് സമരം നടന്നു. അതിന്റെ ഭാഗമായാണ് 1921 കേരളത്തിൽ മലബാർ സമരം നടക്കുന്നത്. നിങ്ങളൊക്കെ വായിച്ചവരായിരിക്കും, ചരിത്ര ബോധമുള്ളവരായിരിക്കും, ഞാൻ നീട്ടി പറയുകയല്ല. ഏതായാലും ആ മലബാർ സമരത്തിന്റെ അലയൊലികൾ അടങ്ങി പല ആളുകളെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യാൻ ഒരുക്കിട്ട നേരത്ത്
ചില ആളുകൾ കേരളത്തിന്റെ മലബാർ മേഖലയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ഒളിച്ചോടുകയുണ്ടായി. തിരുവിതാംകൂറിലേക്ക് ഒളിച്ചോടിയ ഈ ആളുകൾ പിന്നീട് തിരിച്ചു വന്നത്, മലബാറിലേക്ക് തന്നെ തിരിച്ചു വന്നത് പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്ന് വരെ 20 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചിരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ മുഖത്തേക്ക് നോക്കി തറാവീഹ് 20 തറാവീഹ് 8 റക്അത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. കേരളീയ മുസ്ലിം സമൂഹം നിരാക്ഷേപം നടത്തി വരുന്ന തവസ്സുലും ഇസ്തിഗാസയും അത് ശിർക്കാണ്, കുഫറാണ് എന്ന് പറഞ്ഞു. കേരളീയ മുസ്ലിം സമൂഹം നിരന്തരമായി നടത്തിയിരുന്ന ഖബർ സിയാറത്ത്, ഖബർ പൂജയാണ്, അത് ശിർക്കിന്റെ മാനദണ്ഡമാണ് എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ, ആചാരത്തിൽ കടത്തിക്കൂട്ടലുകൾ നടത്താൻ ശ്രമിച്ചപ്പോഴാണ് മഹാന്മാരായ കേരളത്തിലെ ഉലമാക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കേരളത്തിൽ അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ആദ്യം കടന്നു ചെന്നത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുമ്പിലേക്കായിരുന്നു. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുമ്പിൽ കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദ് അവர்களെ, നമുക്ക് കേരളത്തിൽ ഒരു സംഘടന ആവശ്യമുണ്ട്. കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഇവിടെ ബിദ്അത്ത് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തെ, ആശയത്തെ, ആദർശത്തെ കൊത്തിവലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ പണ്ഡിതന്മാർ ഒന്നിക്കണം. ഇദാ വഹറത്തിൽ ബിദ്അത്തു വസഖത്തൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ട് പണ്ഡിതൻ ബിദ്അത്ത് കണ്ടിട്ട് മൗനിയായിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന തിരുവചനത്തിന്റെ പൊരുളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആദ്യമായി വണ്ടികാരയിൽ വരക്കലിലേക്ക് എഴുതി. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളിൽ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കയറിയിറങ്ങി. കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അന്നുള്ള പണ്ഡിതന്മാർ വെറും ദർസ് മാത്രം നടത്തി, കിതാബ് മാത്രം ഓതിക്കൊടുത്ത് ജീവിച്ചിരുന്ന ആളുകളായി. അവരുടെയൊക്കെ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സംഘടനാ രംഗത്തേക്ക് കൊണ്ടുവന്ന് കൈപിടിച്ചുയർത്തി 1926 ജൂൺ 26 കോഴിക്കോട് ബഹുമാനം വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനം രൂപീകരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ കേരളത്തിലെ അക്കാലഘട്ടത്തിലെ എല്ലാ ആലിമീങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ശൈഖായിരുന്നു. എല്ലാവരുടെയും ശൈഖായിരുന്നു. ബഹുമാനപ്പെട്ടവർ 1840 ജനിക്കുന്നത്. ക്രിസ്താബ്ദം 1840 മഹാനവറുകൾ ജനിക്കുന്നത്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിതാവ് സയ്യിദ് അലി ഹാമിദ് ബാഴവി. അദ്ദേഹം യമനിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത്. അദ്ദേഹം യമനിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോ അദ്ദേഹത്തിനോടുകൂടെ അദ്ദേഹത്തിന്റെ കത്തുകൾ എഴുതാൻ, കത്തുകൾ രേഖപ്പെടുത്തി വെക്കാൻ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. കാത്തിബ് മുഹമ്മദ് കോയ എന്ന വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, ഒരു ആലിമായി. അദ്ദേഹം കേരളത്തിൽ വരുമ്പോ മഹാനായ വരക്കൽ തങ്ങളുടെ പിതാമകൻ സയ്യിദ് അലി ഹാമിദ് ബാഴവി തങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോ അദ്ദേഹത്തിനോടുകൂടെ കാത്തിബ് മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഹാമിദ് ബാഴവി തങ്ങളുടെ എഴുത്തുകാരൻ കൂടി ഉണ്ടായിരുന്നു. ഈ കാത്തിബ് മുഹമ്മദ് കോയയുടെ പരമ്പരയിലാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ ജനിക്കുന്നത്. ഈ സയ്യിദ് അലി ഹാമിദ് ബാഴവി തങ്ങളുടെ പരമ്പരയിലാണ് മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ സയ്യിദ് ഹുസൈൻ ഹദറമി തങ്ങളുടെ പരമ്പരയിലാണ് മഹാനായ സയ്യിദ് ജിഫ്രി മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളീയ ഉലമാവിന്, കേരളീയ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃനിര എന്ന് പറയുന്നത് അത് പരിശുദ്ധമായ പരമ്പരയിലൂടെ, വിശുദ്ധമായ പ്രഭിതാക്കളിലൂടെ കടന്നുപോകുന്ന വിശുദ്ധമായ സംഘടനയാണ്, പരിശുദ്ധമായ സംഘടനയാണ്. അപ്പോ മഹാനായ സയ്യിദ് ബാഴവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ കേരളത്തിൽ ജനിക്കുമ്പോ 1840 ജനിക്കുമ്പോ വലിയൊരു അത്ഭുതം സംഭവിക്കുകയുണ്ടായി. അന്ന് അവിടെ ഉണ്ടായിരുന്ന പലരും നട്ടുച്ച നേരത്ത്
സൂര്യൻ, ചന്ദ്രൻ, ഒരു നക്ഷത്രം ഉദിച്ചതായി കണ്ടെത്തണേ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിച്ച സമയത്ത് ഒരു നക്ഷത്രം നട്ടുച്ച നേരത്ത് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടതായി അന്ന് കണ്ട പലരും പറയുന്നതായി കേട്ടിട്ടുണ്ട്. അത് പലപ്പോഴും പ്രസംഗങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ആ നക്ഷത്രം സൂചിപ്പിക്കുന്നത്? എന്താണ് നക്ഷത്രം സൂചിപ്പിക്കുന്നത്? നക്ഷത്രത്തിന് അറിയാം, പഴയ കാലഘട്ടത്തിൽ കടലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ദിശയറിയാതെ, ദിക്കറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ വേദനാതിപ്പെടുമ്പോ, വഴിതെറ്റുമ്പോ അവർക്ക് ദിശാസൂചികയായി നിൽക്കുന്നത് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ നോക്കിയായിരുന്നു കടലിൽ സഞ്ചരിക്കുന്ന ആളുകൾ യാത്ര ചെയ്തിരുന്നത്. കടലിൽ സഞ്ചരിക്കുന്ന ആളുകൾ അങ്ങനെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ആ ഒരു ദിശാസൂചികയാണ് മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അഥവാ കേരളീയ മുസ്ലിം സമൂഹം വഴിതെറ്റുമ്പോ, കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഈമാനിനിടയിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുമ്പോ അതിന് തടയിടാൻ, അതിന്റെ മുമ്പിൽ അടിയറവ് വെക്കാതെ മുസ്ലിം സമൂഹത്തിന്റെ ഈമാനിന് കാവലിരിക്കാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളാകുന്ന നക്ഷത്രത്തെ പിന്തുടർന്നാൽ മതി എന്ന സൂചനയായിരിക്കാം ആ നക്ഷത്രം ഉദിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ആരായ ചെയ്താൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജനനം തന്നെ വലിയ അത്ഭുതമാണ്. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പുതിയങ്ങാടിയിലെ വീട്ടിൽ, കോഴിക്കോട് പുതിയങ്ങാടിയിലെ വീട്ടിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിതാവിനെ കാണാൻ മഹാനായ മമ്പുറന്തങ്ങൾ വന്നിരുന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വീട്ടിൽ. അതാണ് പറഞ്ഞത്, കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം ഒരു ശൃംഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. മഹാനായ മമ്പുറന്തങ്ങളിലൂടെ, മമ്പുറന്തങ്ങളിൽ നിന്ന് വരക്കൽ തങ്ങളിലൂടെ അതിങ്ങനെ കൈമാറി മുല്ലക്കോയ തങ്ങളിൽ എത്തി നിൽക്കുന്നു. ഒരു വലിയ വിശുദ്ധമായ പരമ്പര. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ന് സ്വന്തം വീട്ടിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പഠനം നടത്തുന്നത്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കുട്ടിക്കാലം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ടവർ അബ്ദുല്ലാഹി മഗ്രിബി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, യമൻകാരനായ പണ്ഡിതൻ, അദ്ദേഹം 21 വർഷക്കാലം വരക്കൽ തങ്ങളുടെ തറവാട്ട് വീട്ടിൽ യമനിൽ നിന്ന് വന്ന് താമസിച്ച ആളാണ്. 21 വർഷക്കാലം അദ്ദേഹത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ കിതാബ് പഠിച്ചു. അതുപോലെ തന്നെ സയ്യിദ് അലി അബ്ബാസ് മദീനയിലുള്ള പണ്ഡിതൻ, അദ്ദേഹത്തിൽ നിന്നും വരക്കൽ മുല്ലക്കോയ തങ്ങൾ തന്റെ ബാലപാഠം പഠിച്ചു. ഇങ്ങനെ വിദേശികളായ മദീനയിലുള്ള, യമനിലുള്ള വലിയ ഉലമായിൽ നിന്നാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വിദ്യാഭ്യാസം പഠിക്കുന്നത്, ദീനി വിദ്യാഭ്യാസം വരുന്നത്. ഇങ്ങനെ വലിയ മഹത്തുക്കളിൽ നിന്ന് പഠിച്ച് കോഴിക്കോട്ടെ ഖാദിയായിരുന്ന അബൂബക്കർ കുഞ്ഞിഖാദി എന്ന് പറയുന്ന പണ്ഡിതനും മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉസ്താദാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. അദ്ദേഹം വ്യത്യസ്തങ്ങളായ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചിട്ടും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ വൈപുല്യം നമ്മെ അത്ഭുതപ്പെടുത്തും. വിദ്യാഭ്യാസത്തിന്റെ വൈപുല്യം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ 1800-കളിൽ ജനിച്ച അന്ന് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ കൂടി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് 5 ഭാഷയിൽ ബഹുമാനപ്പെട്ടവർക്ക് കൃത്യമായ ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരുന്നു. 5 ഭാഷകൾ. അറബി സംസാരിക്കും, ഉറുദു സംസാരിക്കും, പേർഷ്യൻ ഭാഷ സംസാരിക്കും, ഇംഗ്ലീഷും സംസാരിക്കും, മലയാളവും സംസാരിക്കും. വളരെ കൃത്യമാണ്. ഇത് വരക്കൽ നമ്മൾ കാലഘട്ടം ശ്രദ്ധിക്കണം. ഇന്ന് പലർക്കും അത് സംസാരിക്കാൻ കഴിയും. എന്നാൽ 1800-കളിൽ 5 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുക എന്നത് അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സമസ്ത കേരള ജനതയുടെ പണ്ഡിതന്മാർ ലോകം തിരിയാത്തവരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്, വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ചവരാണ്. അവർക്കൊന്നും നവോത്ഥാനമില്ല, നവോത്ഥാനത്തിന്റെ നായകന്മാർ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുണ്ട്. അവരൊക്കെ കണ്ടുവന്ന് വായിക്കേണ്ട, ഓർക്കേണ്ട, പഠിക്കേണ്ട ചരിത്രമാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രം. 5 ഭാഷകൾ 1800-കളിൽ 1850-കളിൽ
പരിജ്ഞാനം ഉണ്ടാവുക എന്നത് വലിയ സംഭവം തന്നെ. വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ സംഭവ ബഹുലമായ ചരിത്രം അവിടെയൊന്നും തീർന്നിട്ടില്ല. ബഹുമാനപ്പെട്ടവർ മലബാറിന്റെ ചരിത്രം ഇംഗ്ലീഷ് ചരിത്രകാരനുണ്ട് വില്യം ലോഗൻ. മലബാർ മാനുവൽ എന്ന് പറയുന്ന മലബാറിലെ മുസ്ലിങ്ങളുടെ, മലബാറിലെ ഇസ്ലാമിന്റെ, മലബാർ ബ്രിട്ടീഷ് കാലത്തെ മലബാർ ഏരിയയുടെ കേരളത്തിന്റെ ചരിത്രം എഴുതിയ ഇംഗ്ലീഷ് പണ്ഡിതനാണ് വില്യം ലോഗൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചരിത്രകാരൻ. അദ്ദേഹം മലബാറിലെ മുസ്ലിങ്ങളുടെ ചരിത്രം പഠിച്ചത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്നായിരുന്നു. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ പരിഭാഷപ്പെടുത്തി കൊടുത്ത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ സാഹചര്യം വില്യം ലോഗൻ ബോധ്യപ്പെടുത്തി കൊടുത്തത്, അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു കൊടുത്തത് മഹാനായ സയ്യിദ് ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. ഇതാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിതന്മാരുടെ സാദാത്തുകളുടെ നേതൃപാരമ്പര്യം. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഉണ്ടാക്കിയ നവോത്ഥാന വിപ്ലവം. അത് ഏറ്റവും കൂടുതൽ ഇവിടെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരാണ്. ലോകം തിരിയാത്തവരാണ് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നവർ ഈ ചരിത്രം വളരെ കൃത്യമായി പഠിക്കണം. ആരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വില്യം ലോഗന് ഒന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്തു. മലബാർ മാനിൽ എഴുതാൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു കൊടുത്തു. അവിടെയൊന്നും തീർന്നില്ല. ഹൈദരാബാദിലെ നൈസാം, ഹൈദരാബാദ് ഭരിച്ചിരുന്ന രാജാവാണ്. ഈ ഹൈദരാബാദിലെ നൈസാമിന്റെ കൊട്ടാരത്തിലെ മുഫ്തി കൂടിയായിരുന്നു മഹാനായ സയ്യിദ് ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്ന അറക്കൽ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലെ മുഖ്യ ഉപദേശകർ കൂടിയായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. കേരള വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് അറക്കൽ രാജാക്കന്മാർക്ക് വരുന്ന കത്തുകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഭാഷാ പരിജ്ഞാനമാണ്. ഇതാണ് കേരളത്തിലെ പണ്ഡിതന്മാർ സാദാത്തുകൾ ഉണ്ടാക്കിയ വൈജ്ഞാനിക വിപ്ലവം, വിദ്യാഭ്യാസപരമായ വിപ്ലവം. ഇത് അവകാശപ്പെടാൻ ഒരു ബിദ്അത്തുകാരനും സാധിക്കില്ല. ഇത് അവകാശപ്പെടാൻ സാധിക്കില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ പ്രസിഡന്റിന്റെ ചരിത്രം ഇതാണ്. തീർന്നില്ല. ഒന്നാമത്തെ ജനറൽ സെക്രട്ടറി ചരിത്രം മറ്റൊരു ഭാഗത്തുണ്ട്. ഞാൻ ദീർഘിപ്പിച്ച് പറയുകയല്ല. മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറിയായ പള്ളിവീട്ടിൽ പി മുഹമ്മദ് മുസ്ലിയ, അദ്ദേഹം അറിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം കോഴിക്കോട് സ്കൂളിലെ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു, ഹെഡ് മാസ്റ്ററായി സേവനം ചെയ്ത ആളാണ്. ഇതാണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് വിദ്യാഭ്യാസമില്ല, ഭൗതിക വിദ്യാഭ്യാസത്തോട് അലോസരം കാണിക്കുന്നവരാണ് എന്ന് പറയുന്ന, പരിഹസിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മുടെ ഉലമാഇന്റെ, നമ്മുടെ പണ്ഡിതന്മാരുടെ ചരിത്രം നമുക്ക് കൃത്യമായൊരു മാതൃകയാണ്. ഇതിനപ്പുറത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന് അവർ പ്രാധാന്യം കൊടുത്തില്ല, അതിനപ്പുറത്ത് ആത്മീയതക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അതങ്ങനെയാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കോഴിക്കോട്ട് നിന്ന് കണ്ണൂരിലുള്ള അറക്കൽ രാജകുടുംബത്തിലേക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോ, കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ബഹുമാനപ്പെട്ടവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വഴിയരികിലുള്ള തെങ്ങിൽ അറക്കൽ രാജാവ് പ്രത്യേകമായ അടയാളങ്ങൾ വെച്ചിരുന്നു. എന്തിന്? ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യം വന്നാൽ അവിടെ ആ തെങ്ങിൽ നിന്ന് സേവകന്മാർ കയറി ഇളനീരിടും. അറക്കൽ രാജാവ് പ്രത്യേകം സജ്ജമാക്കി കൊടുത്തിരുന്നു ഇളനീർ കുടിക്കാൻ വേണ്ടി. ഓരോ തെങ്ങുകളും അറക്കലിലെ രാജാവ് പ്രത്യേകമായി രേഖപ്പെടുത്തി വെച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഇങ്ങനെയാണ്. അവർ ഭരണാധികാരികളോട്, ഭരിക്കുന്ന ആളുകളോട്, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളും അങ്ങനെയാണ്. ഏത് ആളാണോ ഭരിക്കുന്നത്, ഭരണം നടത്തുന്നത്, അവരുമായി സഹകരിച്ചു പോവുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയം. അതിനെ വിമർശിക്കുന്ന ആളുകൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യം അതാണ്. ഭരണീയനായി ഒരു രാജ്യം ഭരിക്കുന്ന, ഒരു നാട് ഭരിക്കുന്ന
ആളുകളോട് സമരസപ്പെട്ടു പോവുക എന്നതാണ് കേരളത്തിലെ ഉലമാഇന്റെ നിലപാട്, കേരളത്തിലെ പണ്ഡിതന്മാരുടെ നിലപാട്. അതാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ കാണിച്ചു തന്നത്. ഇന്ന് ആ പാതയിലൂടെ നമ്മുടെ നേതാക്കന്മാർ സഞ്ചരിക്കുമ്പോൾ ഭരണീയർക്ക്, ഭരിക്കുന്ന ആളുകൾക്ക് അവരുമായി സമരസപ്പെട്ടു പോകുന്ന ചില നീക്കുപോക്കുകൾക്ക് വേണ്ടി സമരസപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ അതിനെ വിമർശിക്കുന്നത് ശരിയായ നിലപാടല്ല. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രവും ജീവിതവും അതാണ് സൂചിപ്പിക്കുന്നത്. ആനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൃത്യമായി കയറി ചെന്നിരുന്നു ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക്, അവരുടെ ഭരണശിലാ കേന്ദ്രങ്ങളിലേക്ക്, കലക്ടറേറ്റിലേക്ക് വരക്കൽ മുല്ലക്കോയ തങ്ങൾ കയറി ചെന്നിരുന്നു. എന്തിന്? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുന്ന നേരത്ത് ബ്രിട്ടീഷുകാർ കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു. ആളുകളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല, ആളുകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല. കൊറോണ കാലത്ത് ഉണ്ടായിരുന്നതുപോലെ ഇങ്ങനെ കർഫ്യൂ പ്രഖ്യാപിച്ചപ്പോ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ നേരെ ബ്രിട്ടീഷ് അധികാരികളുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് തന്റെ അവകാശം ചോദിച്ചു വാങ്ങി. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ തുടക്കം മുതലെയുള്ള നയമാണ്. തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാൻ വേണ്ടി ഭരണീയരുമായി സഹകരിച്ചു പോവുക, തങ്ങളുടെ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടി ഭരണാധികാരികളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് അതിനെ വിമർശിക്കേണ്ട കാര്യം ഇന്നുമില്ല, എന്നുമില്ല. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തുടക്കം മുതലേ ഉണ്ടായ അനുഭവങ്ങളാണ്. ചരിത്രം അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അദ്ദേഹത്തിനെ രാജാക്കന്മാർ ആദരിച്ചു, ഭരണാധികാരികൾ ആദരിച്ചു. എന്നാൽ ആ ആദരവൊന്നും തന്റെ ഭൗതികമായ സുഖത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചില്ല. ബഹുമാനപ്പെട്ടവർക്ക് ഖാൻ ബഹദൂർ പട്ടം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ പ്രത്യേകം ആദരിച്ച് ബഹുമാനിക്കുന്ന പട്ടം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്നപ്പോ അത് നിരസിക്കുകയായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ചെയ്തിരുന്നത്. ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരുമായി, മഹാന്മാരായ സാദാത്തുക്കൾ ഇങ്ങനെയുള്ള മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിരുന്നത്, നമുക്ക് കാണിച്ചു തന്നത്. 1921 മലബാർ സമരം കത്തിപ്പടരുന്ന കാലത്താണ് ഞാൻ മുമ്പ് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. നാട്ടിലാകെ കർഫ്യൂ ഉള്ള സമയത്ത് വരക്കൽ തങ്ങൾ നേരെ ചെന്നുപോയി. വരക്കൽ തങ്ങളുടെ വീട്ടിലാണ് കല്യാണം നടക്കുന്നത്. നേരെ പോയി. എന്നിട്ട് അവിടെ ചെന്ന് കാര്യം പറഞ്ഞ് 1000 പേരെ വിവാഹത്തിന് പങ്കെടുപ്പിക്കാനുള്ള ഓർഡർ വാങ്ങിയിട്ടാണ് വരക്കൽ തങ്ങൾ തിരിച്ചു പോകുന്നത്. ഇങ്ങനെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഉലമാഇന്റെ നിലപാടുകൾ അത് നമ്മൾ കൃത്യമായി വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ ഒരു കാലത്ത് ശക്തമായ പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ട്. ശക്തമായ പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാർ കേരളം ഭരിച്ചപ്പോൾ അതിന്റെ ശക്തമായ പോരാട്ടങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടായിട്ട് കൂടി വരക്കൽ തങ്ങളെ, സമസ്തയുടെ പണ്ഡിതന്മാരെ അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട് കാണാൻ കഴിയില്ല? അത് ഉലമാഇന്റെ കൃത്യമായ വീക്ഷണം, ഉലമാഇന്റെ പണ്ഡിതന്മാരുടെ കൃത്യമായ വീക്ഷണം അതായിരുന്നു. ഇവിടെയുള്ള ഭരണാധികാരികളോട് സമരസപ്പെട്ടു പോവുക എന്നതായിരുന്നു വീക്ഷണം. ഭരണാധികാരികളെ എതിർത്ത് നിൽക്കുന്ന ഒരു പരിപാടി ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാർക്കുണ്ടായിട്ടില്ല. ഇതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജീവിതം നമ്മെ സൂചിപ്പിക്കുന്നത്. ഇത് ഭൗതികമായ കാര്യങ്ങൾ. വരക്കൽ തങ്ങളുടെ ആത്മീയതയിലേക്ക് കടന്നു വന്നാൽ മഹാനവറുകൾ ഒരുപാട് ത്വരീഖത്തിന്റെ ശൈഖായി. കേരളത്തിലെ പർവ്വത സമാനരായ മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ കേരളത്തിലെ എല്ലാ ഉസ്താദുമാരുടെയും സനദ് കടന്നു പോകുന്ന മഹാനായ സയ്യിദ് അല്ലാമ ഖുതുബി തങ്ങളുടെ, മഹാനായ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ, മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ, കേരളത്തിലെ അക്കാലത്തെ എല്ലാ പണ്ഡിതന്മാരുടെയും ആത്മീയ ഗുരുവായിരുന്നു മഹാനായ സയ്യിദ് ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. എല്ലാവരുടെയും ശൈഖായിരുന്നു. ഒരുപാട് ത്വരീഖത്തുകൾ കൈകാര്യം ചെയ്തിരുന്നു. ഒരുപാട് ത്വരീഖത്തുകൾ
മഹാനായ ഖുതുബി ഉസ്താദൊക്കെ മഹാനായ വരക്കൽ തങ്ങളുടെ വീട്ടിൽ വന്ന് 2-3 ദിവസം താമസിച്ച അനുഭവങ്ങളുണ്ട്. ഖുതുബി ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ എല്ലാ സംഘടനക്കാരും ഒരുപോലെ അംഗീകരിക്കുന്ന വലിയ പണ്ഡിതൻ. അവരൊക്കെ വരക്കൽ തങ്ങളുടെ നിർദ്ദേശവും ഉപദേശവും വായിച്ചുകൊണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും നീക്കിക്കൊണ്ടുപോയിരുന്നത്. വരക്കൽ തങ്ങളുടെ അനുമതിയോടുകൂടിയാണ്. ചെറിയ വീട്ടിൽ താമസിച്ചിരുന്ന ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ വലിയൊരു വീട് വരക്കൽ തങ്ങൾ പറഞ്ഞ് വലിയ വീടുണ്ടാക്കണം. ആ വരക്കൽ തങ്ങളുടെ നിർദ്ദേശത്തോടു കൂടെയാണ് അദ്ദേഹം വലിയൊരു വീടുണ്ടാക്കുന്നത്. മഹാന പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹം വരക്കൽ തങ്ങളുടെ വീട്ടിൽ വന്നു. വരക്കൽ തങ്ങൾ പറഞ്ഞു, ആ മാവിലെ മാങ്ങ പഴുത്തിട്ട് പോയാൽ മതി. അങ്ങനെ 2-3 മാസത്തിന് ശേഷമാണ് മാവിലെ മാങ്ങ പഴുത്തത്. 3 മാസക്കാലം വരക്കൽ തങ്ങളുടെ വീട്ടിൽ താമസിച്ചു. പനായിക്കുളം പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളാണ്, വലിയ പണ്ഡിതന്മാരാണ്. ഇങ്ങനെയുള്ള മഹത്തുക്കളുടെ ഒക്കെ ആത്മീയ ശക്തിയായി, ചാലക ശക്തിയായി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. മഹാനവറുകൾ ആത്മീയതക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ ആത്മീയതയുടെ പേരിൽ കള്ളത്തരം പ്രചരിപ്പിക്കുന്നവരോട്, ആത്മീയതയുടെ പേരിൽ നുണ പ്രചരിപ്പിക്കുന്നവരോട് ശക്തമായ പോരാട്ടം തന്നെ നടത്തി. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുമ്പിലേക്ക് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു ത്വരീഖത്തിന്റെ ശൈഖുണ്ട്, അദ്ദേഹം ആളുകളെ വഴിപിഴപ്പിക്കുകയാണ്, അതുകൊണ്ട് തങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വരണം. തങ്ങൾ പറഞ്ഞ് നാട്ടുകാരോട് പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ വരാം, നിങ്ങൾ അവിടെ ഒരു സ്റ്റേജ് കെട്ടണം. തങ്ങൾ വയസ്സായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അങ്ങനെ പ്രയാസപ്പെട്ട് അനാരോഗ്യം വകവെക്കാതെ ആ ശൈഖുമായി സംസാരിക്കാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പോയപ്പോ ആ ശൈഖ് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബ്രിട്ടീഷുകാരുടെ സഹായം തേടി തന്റെ ത്വരീഖത്ത് പ്രചരിപ്പിക്കാൻ അദ്ദേഹം പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല. ഇങ്ങനെ വരക്കൽ തങ്ങളുടെ നിലപാടുകൾക്ക് വളരെ കൃത്യമായ കണിശതയുണ്ടായിരുന്നു. സമസ്ത കേരള ജനകീയത്തിനുവേണ്ട മുഷാവറയിലേക്ക് ഒരു ത്വരീഖത്തിനെ കുറിച്ച് ചർച്ച വന്നു. യുദ്ധത്തിന് കാരണമാകുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന പല കാര്യങ്ങളും ആ ത്വരീഖത്തിന്റെ ശൈഖിനുണ്ട് എന്ന് ആക്ഷേപം വന്നു. സമസ്ത കേരളത്തിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കണം, അദ്ദേഹത്തിനെതിരെ സമസ്ത തീരുമാനമെടുക്കണം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, തീരുമാനമെടുക്കാൻ വരട്ടെ. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ പൂർവികന്മാരുടെ പാതയാണ്. ആ പാതയാണ് സമസ്ത ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, തീരുമാനിക്കാൻ വരട്ടെ, അദ്ദേഹത്തിന് യുദ്ധത്തൊക്കെ ഉണ്ടാവാം, ശരിയാണ്, പക്ഷേ അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ട്, അദ്ദേഹവുമായി കാര്യങ്ങൾ നടത്തിയിട്ട് നിജസ്ഥിതി നമുക്ക് മനസ്സിലാക്കണം. അത് പോയി അന്വേഷിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കണം. ഇത് സമസ്ത കേരളത്തിനും അങ്ങനെയാണ്. ഏത് തീരുമാനമെടുക്കുമ്പോഴും പെട്ടെന്ന് എടുത്തു ചാടിയ ഒരു തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തിനും എടുക്കാറില്ല. അത് പഴയ കാലം മുതലേ സമസ്തയുടെ നിലപാട് അങ്ങനെയാണ്. വരക്കൽ തങ്ങൾ പറഞ്ഞു, ഇപ്പൊ തീരുമാനമെടുക്കാനായിട്ടില്ല, ആദ്യം അദ്ദേഹത്തിനെ അന്വേഷിക്കണം, അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം, അദ്ദേഹം എന്താണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 അംഗ സംഘത്തിനെ നിയോഗിച്ചു അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ. ആനായ വരക്കൽ മുല്ലക്കോയ തങ്ങളോട് ഈ 2 ആളുകൾ പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തു പോയി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. കാരണം അദ്ദേഹം അവിടെ ചെന്ന ആളുകൾക്ക് ആദ്യം ഒരു ഗ്ലാസ് കാപ്പി കൊടുക്കും. ഈ കാപ്പി കൊടുത്താൽ, ഈ കാപ്പി കുടിച്ചാൽ പിന്നെ അദ്ദേഹത്തിന്റെ ആളായിത്തീരും. അതങ്ങനെയാണ് കള്ളത്തൊരീക്കത്തിന്റെ ആളുകൾ, വ്യാജ ശൈഖന്മാർ അങ്ങനെയാണ്. അവർ ആളുകളെ അടുപ്പിക്കാൻ വേണ്ടി, ആളുകളെ തങ്ങളിലേക്ക് വശീകരിക്കാൻ വേണ്ടി ആഭിചാര ക്രിയകൾ നടത്തി, ശൈത്വാനെ ഉൾപ്പെടുത്തി ആഭിചാര ക്രിയകൾ ചീത്ത ജിന്നുകളുടെ സഹായത്തോടെ നടത്തും.
പിന്നീട് അവരുടെ ത്വരീഖത്തുകളിൽ ചേർന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയില്ല. അവർ അവരുടെ ആളായി തീരും. പിന്നെ എന്ത് വലിയ ഇസ്ലാമിക വിരുദ്ധമായ ശരീഅത്ത് വിരുദ്ധമായ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടെങ്കിലും തന്റെ ശൈഖിനെ, ആ വ്യാജനെ അംഗീകരിച്ച് തിരിച്ചു പോരാൻ കഴിയില്ല. അത് കൊടുക്കും അവരുടെ. അപ്പൊ അദ്ദേഹം വരക്കൽ തങ്ങളോട് പറഞ്ഞു, അദ്ദേഹം അവിടെ ചെന്നാൽ, ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചെന്നാൽ ഒരു കുപ്പി, ഒരു ഗ്ലാസ്സിൽ വെള്ളം തരും, കാപ്പി തരും. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുടിച്ചാലേ അദ്ദേഹത്തെ കാണാൻ അനുവദിക്കൂ. അത് കുടിച്ചാൽ പിന്നെ അദ്ദേഹത്തിന്റെ ആളായി തീരും. അത് വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്. വരക്കൽ തങ്ങളുടെ വലിയ കറാമത്ത് കൂടിയാണിത്. വരക്കൽ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് മന്ത്രിച്ച് ഈ വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവരുടെ ആ ശൈഖിന്റെ, വ്യാജശൈഖിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. വ്യാജശൈഖിന്റെ അടുത്തേക്ക് ചെന്ന് കാപ്പി കുടിച്ചു. പക്ഷെ കാപ്പി കുടിച്ചപ്പോഴും അവർക്കൊന്നും അനുഭവപ്പെട്ടില്ല. അത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മന്ത്രത്തിന്റെ പവറായി. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി, അദ്ദേഹത്തിനുണ്ടായ ഇസ്ലാമികപരമായ അപാകതകൾ മനസ്സിലാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറയാണ് അവതരിപ്പിച്ച് അദ്ദേഹത്തിന് സമസ്ത മുശാവറ ആക്ഷൻ നടത്തി. ഇങ്ങനെയാണ് നമ്മുടെ നേതാക്കന്മാർ ചെയ്തത്. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ആലിമീങ്ങൾ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഒറ്റയടിക്ക് ഒരാളെ വ്യാജനാണ് എന്ന് ആരോപിക്കുന്നതിനപ്പുറത്ത് അന്വേഷണങ്ങൾക്കും ചർച്ചകൾക്കും വിധേയരാക്കിയതിനു ശേഷം മാത്രമാണ് ബഹുമാനപ്പെട്ടവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ പണ്ഡിതനായി ആനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുസ്ലിം സമൂഹത്തിന് വേണ്ടി വലിയ ഗുണങ്ങൾ ചെയ്തു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭരണീയർക്കിടയിൽ, ഭരണാധികാരികൾക്കിടയിൽ വരക്കൽ തങ്ങൾക്കുണ്ടായിരുന്ന ജനകീയത അദ്ദേഹം മുസ്ലിം സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. 1898 മദ്രാസിലെ ഗവർണറായിരുന്ന ഹാവ്ലോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ്കാരൻ അദ്ദേഹത്തിന് മുസ്ലിം സമൂഹത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. ഇങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൃത്യമായി ഇടപെട്ടുകൊണ്ടായിരുന്നു ഈ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോയത്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജീവിതം അത് സംഭവ ബഹുലമായ ഒരു ജീവിതമായിരുന്നു. നമ്മൾ ചിന്തിക്കണം, 1921 അല്ലെങ്കിൽ 1920കളിൽ മുസ്ലിം സമൂഹം വളരെ രക്തരൂക്ഷിതമായ വിപ്ലവം നടക്കുന്ന കാലഘട്ടമാണ്. വളരെ അധികം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി സമ്പത്ത് നഷ്ടപ്പെട്ട്, മക്കളെ നഷ്ടപ്പെട്ട്, കുടുംബങ്ങളെ നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് 1921 ഉണ്ടായിരുന്നത്. എന്നാൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇത്തരം നിലപാടുകളിലേക്ക് പോകാതെ ഈ ഉമ്മത്തിനെ തടഞ്ഞു നിർത്തി ഉമ്മത്തിന്റെ ക്രിയാത്മകമായ, അവരുടെ സർഗാത്മകമായ വിപ്ലവത്തിനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നാന്ദി കുറിച്ചത്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ നിലപാട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാലഘട്ടത്തിലും വിപ്ലവങ്ങൾക്ക് പോകാറില്ല. ക്രിയാത്മകമായ വിപ്ലവങ്ങൾ, വിദ്യാഭ്യാസപരമായ വിപ്ലവങ്ങൾ, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. തീവ്രമായ നിലപാടുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാലത്തും തീരുമാനിച്ചിട്ടില്ല. ഭരണകൂടങ്ങൾക്കെതിരെ രക്തരൂക്ഷിതമായ വിപ്ലവങ്ങൾ അതെപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ഉണ്ടാക്കുക. ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്ന സമൂഹത്തിന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൂടുതൽ ഉണ്ടാക്കുന്നത് ഭരണകൂടങ്ങൾക്കെതിരെ രക്തരൂക്ഷിതമായ വിപ്ലവങ്ങൾ പോകുമ്പോഴാണ്. അതൊരിക്കലും വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആ കാലഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ആ നിലപാട് കൊണ്ടാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഒരുപാട് ആലിമീങ്ങൾക്ക് കിതാബ് എഴുതാൻ കഴിഞ്ഞത്, ഒരുപാട് ആലിമീങ്ങൾക്ക് ദർസ് നടത്താൻ കഴിഞ്ഞത് നമ്മളൊക്കെ കേട്ടിരിക്കാം. 1921 മലബാർ സമരത്തിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്തിരുന്ന ആളായിരുന്നു തിരുരങ്ങാടി പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന ആലിം മുസ്ലിയാർ. അദ്ദേഹമൊക്കെ അവസാന സമയത്ത് ഈ മലബാർ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഖേദിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്.
അദ്ദേഹം അവസാന സമയത്ത് പറയുന്നുണ്ട്, ഞാനൊക്കെ മലബാർ സമയത്തിൽ ഗതികെട്ട് കുടുങ്ങിപ്പോയി, ഇനി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ, വേവലാതിപ്പെടുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്. എന്താണ് അതിന് കാരണം? അതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും സമസ്തയുടെ ആലിമീങ്ങളുടെയും നിലപാട് ആ സമയത്തും എന്നും ഒരുപോലെ തിളങ്ങി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനപ്പുറത്ത് ഒരു വലിയ ഒരു മഹാനായ പണ്ഡിതനെ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ കറാമത്ത് കൊണ്ടൊന്നുമല്ല. നമുക്ക് അറിയാവുന്ന അവസ്ഥയാണ്, ജീവിതത്തിൽ ശരീരത്തനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നതാണ് ഒരാൾ വലിയാണോ വലിയല്ലേ എന്ന് തീരുമാനിക്കേണ്ട മാനദണ്ഡം. എന്നാൽ പോലും വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്ന് ഒരുപാട് കറാമത്തുകൾ, ഒരുപാട് അത്ഭുതങ്ങൾ വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ അദ്ദേഹം ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലെ വലിയ കുത്തുബായിരുന്നു എന്ന് ശൈഖുനാ ശംസുൽ ഉലമ പലപ്പോഴും അനുസ്മരിക്കാറുണ്ട്. വലിയ കുത്തുബായിരുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. നമുക്കൊക്കെ അറിയാവുന്ന ഔലിയാക്കന്മാർ പല തരക്കാരുണ്ട്, വിജവാക്കൾ, മുഖബാക്കൾ, കുത്തുബീങ്ങൾ, ഇങ്ങനെ പല കാറ്റഗറി ഔലിയാക്കന്മാരുണ്ട്. അതിൽപ്പെട്ട കുത്തുബീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് ശൈഖുനാ ശംസുൽ ഉലമ പലപ്പോഴും അനുസ്മരിക്കാറുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ. ഞാൻ കൂടുതൽ പറയുകയല്ല. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് ആളുകൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഹജ്ജിന് പോയ സമയത്ത്, ഹജ്ജിന് പോകുന്നത് അറക്കലിലെ അബ്ദുറഹ്മാൻ ആലി രാജ എന്ന് പറയുന്ന രാജാവിന്റെ മരുമകനായ ചെറുകുഞ്ഞി രാജ എന്ന് പറയുന്ന രാജാവിന്റെ ഒപ്പമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഹജ്ജിന് പോകുന്നത്. ഹജ്ജിന് പോകുന്ന സമയത്ത് രാജാവ് പറഞ്ഞു, നമുക്കൊരു പ്രത്യേകമായ കപ്പൽ വാടകയ്ക്കെടുത്ത് പോകാം. ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേക കപ്പൽ തന്നെ വാടകയ്ക്കെടുത്ത് പോകാം, നമുക്ക് വേറെ കപ്പലിനൊന്നും പോണ്ട. തങ്ങൾ പറഞ്ഞു, വരക്കൽ തങ്ങൾ പറഞ്ഞു, നമുക്ക് പ്രത്യേകമായി കൂടുതൽ പൈസ കൊടുത്ത് ഒരു കപ്പലൊന്നും വാടകയ്ക്കെടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു ആസ്ട്രേലിയൻ കപ്പലുണ്ട്, ആ കപ്പലിൽ പോയാൽ ടിക്കറ്റിന്റെ ചാർജ് മാത്രം കൊടുത്താൽ മതി. വരക്കൽ തങ്ങൾ രാജാവിനോട് ഉപദേശിച്ചു. രാജാവ് അത് അംഗീകരിച്ചില്ല. തങ്ങൾ പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. അങ്ങനെ തങ്ങൾ മുംബൈയിൽ നിന്ന് സ്വന്തമായി വേറെ കപ്പൽ കയറി, ആസ്ട്രേലിയൻ കപ്പലിൽ കയറി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഹജ്ജിന് പോയി. എന്നാൽ സ്വന്തം ടിക്കറ്റ് എടുത്ത് ഒരു കപ്പലിൽ യാത്ര ചെയ്ത രാജാവിന് വലിയ ബുദ്ധിമുട്ട്, വലിയ പ്രയാസം നേരിട്ടു. അവർക്ക് അധികമായ സമ്പത്ത് ചെലവായി, പൈസ ഒരുപാട് ചെലവായി. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വാക്ക് നിരുത്സാഹപ്പെടുത്തിയതിന്റെ പ്രശ്നമായിരുന്നു. ഇങ്ങനെ ഒരുപാട് മഹത്തായ സംഭവങ്ങൾ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു വ്യാപാരി കോഴിക്കോട് ഗ്രാമത്തിൽ കുരുമുളക് വിൽക്കാനെത്തി. അദ്ദേഹത്തിന് കുരുമുളക് വിറ്റ് വലിയ കാശ് ലഭിച്ചു. അദ്ദേഹം ആ കാശ് തലന്റെ പുറത്ത് തലയിൽ വെച്ച് അന്ന് രാത്രി കോഴിക്കോട് ഒരു പള്ളിയിൽ കടന്നുറങ്ങി. നേരം വെളുത്തപ്പോ കാശ് കാണാനില്ല, ആരോ കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം കച്ചവടം നടത്തി ഉണ്ടാക്കിയ പൈസ അത് കാണാനില്ല. അദ്ദേഹം വിഷമിച്ചു, വേവലാതിയായി. അദ്ദേഹം വരക്കൽ തങ്ങളുടെ മുമ്പിൽ ചെന്ന് പരാതി പറഞ്ഞു. വരക്കൽ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഉറങ്ങിയ അതേ സ്ഥലത്ത് തന്നെ ഇന്നും നിങ്ങൾ പോയി ഉറങ്ങുക. അദ്ദേഹം അവിടെ തന്നെ ഉറങ്ങി. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ അവിടെ ഉറങ്ങുമ്പോൾ പള്ളിയിൽ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പള്ളിയിൽ ആദ്യമാരാണ് വരുന്നത്, അദ്ദേഹത്തിനെ പിടിക്കുക, അദ്ദേഹമാണ് നിങ്ങളുടെ പൈസ പിടിക്കുക. അങ്ങനെ അദ്ദേഹം അതേ പള്ളിയിൽ തന്നെ പോയി കടന്നുറങ്ങി. അന്ന് രാത്രി ഒരാൾ വന്നു, വലിയ താടിയുള്ള, വലിയ ഈമാനിക ബോധമുള്ള എന്ന് കണ്ടാൽ തോന്നുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം അയാളെ പിടിച്ചു, നിങ്ങളാണല്ലേ പൈസ എടുത്തത്, പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ അടിപിടിയായി, നാട്ടുകാരിടപെട്ടു. നാട്ടുകാരിടപെട്ടു. അപ്പോൾ ഈ വ്യാപാരി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ പിടിച്ചത്
വരക്കൽ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ അദ്ദേഹത്തെയും കൂട്ടി വരക്കൽ തങ്ങളുടെ മുമ്പിലെത്തി. വരക്കൽ തങ്ങളോട് കാര്യം അവതരിപ്പിച്ചു. വരക്കൽ തങ്ങൾ ചോദിച്ചു, എടുത്തിട്ടുണ്ടോ ചോദിച്ചു. അദ്ദേഹം നിഷേധിച്ചു. അദ്ദേഹം ആ സംഗതി നിഷേധിച്ചു. അതോടെ വരക്കൽ തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നീന്തൽ അറിയുന്ന മുങ്ങൽ വിദഗ്ധരാരെങ്കിലും ഉണ്ടോ? മുങ്ങൽ വിദഗ്ധരാരെങ്കിലും ഉണ്ടോ? ആ കൂട്ടത്തിൽ വന്ന ആളുകളിൽ ഒരാളിന് തയ്യാറായി, മുങ്ങാൻ തയ്യാറായി. വരക്കൽ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, കോഴിക്കോട്ടെ മാനാഞ്ചിറക്കുളത്തിന്റെ ഇന്നാളിന്റെ ഭാഗത്ത് 3-ാം പടവിൽ പൈസ ഇരിക്കുന്നുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞത് 3-ാം പടവിൽ കോഴിക്കോട് മാനാഞ്ചിറയുടെ ഇന്നാളിന്റെ മൂലയിലെ പടവിന്റെ 3-ാം പടവിൽ പൈസ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മുങ്ങിത്തപ്പി. അദ്ദേഹം മുങ്ങിത്തപ്പിയപ്പോ പൈസ കിട്ടി. 3-ാം പടവിൽ നിന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞ അതേ പടവിൽ നിന്ന് അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന, അല്ലാഹു നൽകുന്ന വലിയ കറാമത്താണ്. ഗൈബ് അറിയുക, മറഞ്ഞ കാര്യങ്ങൾ അറിയുക. ഇത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വലിയ കറാമത്തായി നമുക്ക് വിലയിരുത്താം. ഒരുപാട് സംഭവങ്ങൾ ഇനിയുണ്ട്, ഞാൻ നിർദ്ദേശിച്ചു പറയുകയല്ല. വരക്കൽ തങ്ങളുടെ എടുത്തു വന്ന് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി പിന്നീട് മക്കയിൽ ഹജ്ജിന് പോയി അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിട്ടുള്ള പുതിയ അഹ്മദ് എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതൻ വരക്കൽ തങ്ങളുടെ ജീവിതത്തിലൂടെ ബഹുമാനപ്പെട്ട നിർദ്ദേശപ്രകാരം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഉണ്ടായിട്ടുള്ള വലിയ മഹാന്മാരാണ്. ഇങ്ങനെ വരക്കൽ തങ്ങളുമായി അരികുപറ്റി ജീവിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു. ഇങ്ങനെയൊക്കെ ആയിട്ടും തന്നെ സ്വീകരിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും ഒരുപാട് ഭരണാധികാരികൾ ഉണ്ടായിട്ടും അവിടുത്തെ അതിഥിയായി വന്നതുപോലെ സാമ്പത്തികമായ എല്ലാ സ്രോതസ്സുകളും ഉണ്ടായിട്ടും എല്ലാവരും പണം കൊടുക്കാൻ തയ്യാറായിട്ടും മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു ഭരണാധികാരികളുടെ മുമ്പിൽ ചെന്നിട്ടും പണത്തിന് വേണ്ടി കൈനീട്ടിയില്ല. ഒരാളുടെ മുമ്പിൽ ചെന്നുകൊണ്ടും പണം തരണമെന്ന് ആവശ്യപ്പെട്ടില്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വീട് പൊളിഞ്ഞു ചാടാനായ വീടായിരുന്നു. ഒന്ന് ഓല വേല വീട് അന്ന് പൊളിഞ്ഞു ചാടി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുടെ ശരീരത്തിലേക്ക് അത് വീട് അദ്ദേഹത്തിന് രോഗം വരെ പറ്റി. വലിയ സമ്പന്നന്മാർ, വലിയ വലിയ ആളുകൾ ആ വീട് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോഴൊക്കെ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വന്ന് പറഞ്ഞത്, വേണ്ട വേണ്ട, എന്റെ വീട് എനിക്ക് വേണ്ട, എന്റെ വീട് ആരും ശരിയാക്കി തരണ്ട. ദുനിയാവിനോടുള്ള ബന്ധം നിശ്ചയിച്ചത് കൊണ്ടായിരുന്നു. സമസ്ത കേരള ജനങ്ങളുടെ പണ്ഡിതന്മാർ മുഴുവൻ ഇങ്ങനെയായിരുന്നു. വലിയ വലിയ ആലിമീങ്ങൾക്ക് എല്ലാവിധ ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും നൽകാൻ ആളുകളുണ്ടായപ്പോ അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് സുഹൃദ് എന്ന് പറഞ്ഞാൽ പണത്തിനോടുള്ള ബന്ധം വിച്ഛേദിക്കലാണ് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട അതിഥിയ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് പ്രാവർത്തികമാക്കി ജീവിച്ച ആളുകളായിരുന്നു മഹാന്മാരായ ഉലമാക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല. മഹാന്മാരുടെ മദദ് കൊണ്ട് നമുക്ക് വിജയിപ്പിക്കട്ടെ. അവസാനം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ 1932 ശഅബാൻ 17 അദ്ദേഹം വഫാത്താകുന്നത്. 1932 ശഅബാൻ 17 അദ്ദേഹത്തിന്റെ വഫാത്ത് കേരളക്കരയെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ വഫാത്തായിരുന്നു. ഒരുപാട് ആലിമീങ്ങൾ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അവരാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത്, മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നയിച്ച ആ സമസ്ത എന്ന് പറയുന്ന പാത അത് ഹക്കാണെന്ന് ബോധ്യപ്പെടുത്തിയത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയായിരുന്നു. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ
1996 ഫാത്തിമ ഹോസ്പിറ്റലിൽ വഫാത്താകാൻ കിടക്കുമ്പോൾ ആനായ സയ്യിദ് അബ്ദുറഹ്മാൻ ആനായ സയ്യിദ് അസ്ഹരി തങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അസ്ഹരി തങ്ങളെ വരക്കൽ മുല്ലപ്പോയ തങ്ങളുടെ മക്കാം ചെയ്തു അവിടെയുള്ള അവരുടെ കുടുംബക്കാർ വിൽക്കുന്നുണ്ട്, ആ പ്രദേശം വിൽക്കുന്നുണ്ട്. അത് സമസ്ത കേരള ജനങ്ങളുടെ കീഴിലേക്കാക്കണം. നമ്മൾ സമസ്തയുടെ കീഴിലേക്കാക്കണം. അത് അവരുടെ കടിയിൽ നിന്ന് വാങ്ങണം. എനിക്ക് വരക്കൽ മുല്ലപ്പോയ തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കണമെന്ന് ആനായ ശിവനാശംസകളുടെ തന്റെ അന്ത്യാഭിലാഷമായി ആനായ അസ്ഹരി തങ്ങളോട് പറഞ്ഞ് നമുക്ക് ചെറുപ്പത്തിൽ വഹിക്കാൻ കഴിയും. അങ്ങനെ ശൈഖുനാശംസകളുടെ ഒരു നിയമം പോലെ ഏത് സമസ്തയാണ് ഹക്ക്, ഏത് സമസ്തയാണ് ശരിയായ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് തന്റെ വഫാത്തിലൂടെ സൂചിപ്പിച്ചുകൊണ്ട് ആനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ആനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട റിസാലത്തിന്റെ കാലിന്റെ ചുവട്ടിൽ കിടക്കാൻ കൊതിച്ചതുപോലെ ആനായ ശൈഖുനാശംസകളുടെ സമസ്ത കേരള ജനകീയത്തിന്റെ സ്ഥാപക പ്രസിഡന്റിന്റെ കാലിന്റെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇന്നും നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ദർശിക്കുന്നു. വലിയ അത്ഭുതമാണത്, വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ ജീവിച്ച് നമുക്ക് ശരിയായ റൂട്ട് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് അവർക്ക് വഫാത്തായത്. അരക്കെല്ലങ്ങളെ പറ്റി ഇനി ഒരുപാട് പറയാനുണ്ട്, ഞാൻ നിർവഹിക്കുകയില്ല. അതുപോലെ തന്നെ ശഅബാനിൽ വഫാത്തായ മഹാനായ സാദാത്താണ് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കേരളീയ മുസ്ലിം സമൂഹത്തിന് ആത്മീയമായ നേതൃത്വം നൽകിയ വലിയ രണ്ട് സയ്യിദന്മാർ. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ജീവിതത്തിൽ ഒറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ഒരിക്കൽ മഹാനായ പൂക്കോയ തങ്ങളെ കാണാൻ വേണ്ടി ആനായ ശൈഖുനാ ശംസുൽ കോട്ടുമല ഉസ്താദും പാണക്കാട്ടെ കൊടപ്പലക്കൽ തറവാട്ടിലെത്തി. അന്ന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ചെറിയ കുട്ടിയാണ്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ചെറിയ കുട്ടിയാണ്. പൂക്കോയ തങ്ങൾ പറഞ്ഞു, പുറത്ത് ആരോ രണ്ടാളുകൾ വന്നിട്ടുണ്ട്, അവരാരൊക്കെയാണ് എന്ന് പോയി നോക്കണം. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ചെന്ന് നോക്കി. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉപ്പയോട് വന്ന് പറഞ്ഞു, ഉപ്പ പുറത്ത് ഈക്കെ വന്നിട്ടുണ്ട്, പുറത്ത് ഈക്കെ വന്നിട്ടുണ്ട്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ പറ്റിയാണ് ഈക്കെ എന്ന് പറഞ്ഞത്. പൂക്കോയ തങ്ങൾ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ മഹാനായ ശംസുൽ ഉലമയെ ഈക്കെ എന്ന് വിളിക്കരുത്, ഉസ്താദ് എന്ന് കൂട്ടാതെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെയും കണ്ണയത്ത് ഉസ്താദിനെയും വിളിക്കരുത് എന്ന് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് ഉപദേശം കൊടുത്തത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ആരെങ്കിലും ഉന്നതിയുടെ ഉത്തുംഗതയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആദരവ് കൊണ്ടാണ്, ബഹുമാനം കൊണ്ടാണ്. ആരെങ്കിലും അധോഗതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആദരവ് ഒഴിവാക്കൽ കൊണ്ടാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിച്ചതായി കാണാൻ കഴിയും. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളായ നമ്മളൊക്കെ നമ്മുടെ ഉസ്താദുമാരെ, കിതാബുകളെ, ആലിമീങ്ങളെ, നമ്മുടെ മതസംഘടനകളെ ഒക്കെ ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അവരുടെ വാക്കുകൾക്കൊക്കെ വില കൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്